നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലണ്ടനിൽ വന്നിട്ട് UCL കിരീടം കാണണമെങ്കിൽ ഞങ്ങളുടെ മ്യൂസിയത്തിൽ വന്ന് കണ്ടോളൂ. ആഴ്സണൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പൊട്ടിയതിന് പിന്നാലെ ചെൽസിയുടെ പോസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ട്രോൾ ഉദ്ദേശത്തിലാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് അവരുടെ മ്യൂസിയത്തിന് ടിക്കറ്റ് എടുത്ത് കാണുന്നതിൻ്റെ ഒരു പരിപാടി പോലെ. കം ആൻഡ് വിസിറ്റ് ലണ്ടൻ ഹോം ഓഫ് ട്രോഫീസ്, ബുക്ക് യുവർ സ്റ്റേഡിയം ടൂർ ആൻഡ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് നൗ എന്ന് പറഞ്ഞുകൊണ്ട് അവർ UCL ചിത്രം തന്നെ പങ്കുവെക്കുകയാണ് ചെയ്തത്. ചെൽസി FC ഒഫീഷ്യൽ ഹാൻഡിലുകളിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഫൈനൽ വിസിലിന് തൊട്ട് പിന്നാലെ സെക്കൻഡുകൾക്കപ്പുറം ആഴ്സണൽ പരാജയപ്പെട്ടു, ഷൂട്ടൗട്ടിൽ അവർ വീണു എന്നുറപ്പായതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നത്. ഏതായാലും ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമാണ് ഈ കാര്യം. കിരീടത്തിന് തൊട്ടരികിലിൽ നിന്ന് ആ കിരീടം അങ്ങ് വഴുതി മാറുക. ഇന്ന് വരെ ഒരിക്കൽ പോലും UEFA ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടാൻ ആഴ്സണലിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം നഗരവൈരികളായ ചെൽസിയോ 2 തവണ UEFA ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടിട്ടുണ്ട്. ആ ട്രോഫി അങ്ങ് ഇരിപ്പുണ്ട്. അതാണ് അവർ പറയുന്നത്. 2012 അവരുടെ ആദ്യ കിരീടം. അന്ന് ബയൺ മ്യൂണിക്കിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-3 പരാജയപ്പെടുത്തിയിട്ടാണ് അവർ കിരീടത്തിലേക്ക് പോയതെങ്കിൽ 2021 മാഞ്ചസ്റ്റർ സിറ്റിയെ കായ് ഹവേർട്സിൻ്റെ ഒറ്റ ഗോളിൽ വീഴ്ത്തിക്കൊണ്ട് അവർ മുത്തമിട്ടു. ആ ചെൽസിക്ക് ആ കിരീടം അങ്ങ് ഇരിപ്പുണ്ട്. അപ്പോഴാണ് ആഴ്സണൽ ഒരിക്കൽ കൂടി ഫൈനലിൽ കയറി UCL തൊട്ടരികിൽ ഷൂട്ടൗട്ടിൽ വീണുപോയിരിക്കുന്നത്. എന്തായാലും ഇംഗ്ലീഷ് ക്ലബ്ബുകൾ തകർത്താടിയ ഒരു സീസണാണെന്ന് പറയേണ്ടി വരും. യൂറോപ്പ ലീഗിൽ ആസ്റ്റൺ വില്ലയാ കിരീടം ചൂടിയത്. കോൺഫറൻസ് ലീഗിലാവട്ടെ ക്രിസ്റ്റൽ പാലസും. ചാമ്പ്യൻസ് ലീഗിൽ അത് ആഴ്സണലാകുമെന്ന് കരുതി കാത്തിരുന്ന ഇംഗ്ലീഷ് ഫുട്ബോൾ പ്രേമികൾക്കാണ് നിരാശയുണ്ടാവുന്നത്. പക്ഷേ കോച്ച് ആർട്ടിറ്റ കളിക്ക് ശേഷം പറഞ്ഞ പോലെ താരങ്ങളോടും സ്റ്റാഫിനോടും 1 മില്യൺ നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയധികം ഹങ്കറോടുകൂടിയാണ് അവർ ഈ ഒരു ടൂർണമെൻറ്റും ഈ ഒരു സീസണും കളിച്ചത്. അവരൊരുമിച്ച് ഉണ്ടാക്കിയ മൊമെൻറ്റുകളും സന്തോഷങ്ങളും ഒന്നിനും താഴെയല്ല, എല്ലാറ്റിനും മുകളിൽ ആ സന്തോഷമാണ് എന്ന് ആർട്ടിറ്റ പറയുന്നുണ്ട്. പക്ഷേ ചെൽസി ചോദിക്കുന്ന പോലെ ലണ്ടനിലെത്തിയാൽ UCL കാണാൻ ഒരു മാർഗ്ഗമല്ലേ ഉള്ളൂ. അത് ചെൽസിയുടെ മ്യൂസിയത്തിൽ ടിക്കറ്റ് എടുത്ത് പോയി കാണലല്ലേ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.